അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് നടക്കുമ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ വിവരങ്ങൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സമസ്ത സെന്റിനറി മൊബൈൽ ആപ്പ് നമ്മുടെ ഐഫോണിലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. ആപ്പ് സ്റ്റോർ എടുത്തതിനു ശേഷം സമസ്ത സെർച്ച് ചെയ്താൽ സമസ്ത സെന്റിനറി എന്ന ആപ്പ് കാണാം. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ള പേജാണ് വരിക. ഇതിൽ മുകളിൽ കാണുന്ന സമസ്ത സെന്റിനറി ക്യാമ്പ് എന്ന ഈ റെഡ് ബട്ടൺ ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്യാമ്പിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. ഇന്ത്യൻ നമ്പറിലേക്കാണ് SMS വരിക. മറ്റുള്ള ഇന്റർനാഷണൽ നമ്പർ നൽകിയവർ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. നമ്പർ നിങ്ങൾ 10 നമ്പർ മാത്രം കൺട്രി കോഡ് സ്പേസ് ഒന്നും ഉൾപ്പെടുത്താതെ ടൈപ്പ് ചെയ്യുക. സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇനി അല്ല എങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കും. പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ഈ നമ്പറിൽ കാണിക്കുന്നത്. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻവാലിഡ് മൊബൈൽ നമ്പർ എന്ന് കാണിക്കും. ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഓഫീസിൽ ബന്ധപ്പെടണം. പേയ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം സെൻഡ് OTP എന്ന് അടിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് SMS വരുന്നതാണ്. ശേഷം വെരിഫൈ OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു പേജാണ് വരിക. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാറ്റഗറി ക്യാമ്പാണോ ദായിയാണോ എന്നുള്ളത് കൃത്യമായിട്ട് കാണാം. ഇത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തരത്തിലുള്ള എന്നുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. വെരിഫൈ ആൻഡ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് ആ അവസരം നൽകുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ആസ് അബ്സെന്റ് എന്നുള്ള താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ വെരിഫൈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നൽകിയ വിവരങ്ങളെല്ലാം കാണാം. പേര് കൃത്യമാണോ നോക്കുക. ഇതിലുള്ളതുപോലെയാണ് ID കാർഡിൽ നിങ്ങളുടെ പേരും മറ്റും പ്രിന്റ് ചെയ്ത് വരിക. മലയാളം പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഐക്കൺസോ ഒക്കെ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഇംഗ്ലീഷ് ലെറ്ററിൽ മാത്രം ടൈപ്പ് ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. കൺട്രി കോഡ് അടക്കമുള്ള നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അവിടെ കാണാം. ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ, നിങ്ങളുടെ ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങൾ കാണാം. ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഫോട്ടോ ക്ലിക്ക് ചെയ്തതിനു ശേഷം പുതിയ ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിൽ കൃത്യമായി ക്രോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് ആവും. അപ്പോൾ പരമാവധി ID കാർഡിൽ വരേണ്ട ഇമേജ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ ക്രോപ്പ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യേണ്ടവർ മാത്രമാണ് ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. ശേഷം ഇവിടെ നിങ്ങളുടെ നൽകിയിട്ടുള്ള വിവരങ്ങൾ കാണാം. ഇതിൽ എഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണിക്കുന്നതാണ്. ഇതിൽ താഴെ ഡൗൺലോഡ് പോസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പോസ്റ്റർ കാണാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്.